അങ്ങനെ നമ്മൾ ശ്രീകണ്ഠാപുരം വഴി നെടിയേങ്ങ വഴി ആലക്കോട് കരുവഞ്ചാൽ ആലക്കോട് സൈഡിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഈ മലയോര ഹൈവേ ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ മലപ്പട്ടത്ത് നിന്ന് മലപ്പട്ടം പറമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മലപ്പട്ടം പറമ്പിൻ്റെ കുന്നിറങ്ങുമ്പോഴുള്ള വീഡിയോ ഇത് കേട്ടോ. മലപ്പട്ടം പറമ്പിൽ നിന്ന് നമ്മളിങ്ങനെ കുന്നിറങ്ങി ഇങ്ങനെ പോവുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അടൂർ മാത്രം അറിയാം, അടൂർ വയൽ. അങ്ങനെ നമ്മളിങ്ങനെ കുന്നിറങ്ങി ഇങ്ങനെ നല്ല അതിമനോഹരമായ റബ്ബറിൻ്റെ നടുക്കേ കൂടെയൊക്കെ ഇങ്ങനെ നല്ല കാഴ്ചയൊക്കെ കണ്ടു പോവുകയാണ്. ഇത് അടൂർ എത്തുന്നതിന് മുമ്പേ ഉള്ള ഒരു ശിവക്ഷേത്രം, അങ്ങനെ എന്തോ ഒരു അമ്പലമുണ്ട്. ഇടത്ത് ഭാഗത്ത് കപ്പത്തോട്ടൊക്കെയാണ്. ഇപ്രാവശ്യം കപ്പയൊന്നും അവർ നട്ടിട്ടില്ല. ആ പള്ളി കഴിഞ്ഞപ്പാടുള്ള വളവില്ലേ, ഒരു എസ് വളവ് പോലത്തെ കുറച്ച് കപ്പയുണ്ട് ആ സൈഡിൽ മാത്രം. മറ്റേ ആ പറമ്പ് മുഴുവൻ മൊത്തം കപ്പ നടഞ്ഞാണ്. അവിടെ നമ്മളിങ്ങനെ പുഴയുടെ സൈഡിൽ കൂടി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുന്നിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഒരു ചായക്കടയുണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെ സൈഡിലൊക്കെ പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് കാണുന്ന ശ്രീകണ്ഠാപുരം ജംഗ്ഷൻ ആട്ടോ. ഇത് ശ്രീകണ്ഠാപുരം എത്തുന്നതിന് മുമ്പേയുള്ള കോട്ടൂർ പാലത്തിന് മുമ്പേയുള്ള ബാറിൻ്റെ സൈഡിലുള്ള പെട്രോൾ പമ്പ്, ബാറ്, സമുദ്ര ബാർ. ഇതാണ് ശ്രീകണ്ഠാപുരം പാലം. താഴെ കാണുന്നത് കോട്ടൂർ പുഴയാണ് കേട്ടോ. ശ്രീകണ്ഠാപുരം പുഴ, കോട്ടൂർ പുഴ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ഥലമെല്ലാം കണ്ടോ. ഇതൊക്കെ എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയി. എല്ലാത്തിലും മാറ്റമുണ്ട്. പിണറായി വരും മാറും എന്ന് പറഞ്ഞാൽ എല്ലാം വന്നു മാറി. പക്ഷേ അവിടെയെല്ലാം കോൺഗ്രസ്സുകാർ ഭരിച്ച സ്ഥലം. എന്നാലും കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പഴയതിന്. ഇതാണ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇതുണ്ടോ ബസ് ഇറങ്ങി വരുന്നുണ്ടോ. ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് ഇറങ്ങി വരുന്നത്. ആ കോംപ്ലക്സ് ആണത്, ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലെ കോംപ്ലക്സ് ആട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആ സിഗ്നലിലെത്തും. നമ്മൾ അടുത്തോട്ട് പോയാൽ തളിപ്പറമ്പ് പോകാം, നമുക്ക് വലത്തോട്ട് പോയാൽ ചന്ദനക്കമ്പാറ, പയ്യാവൂർ, അങ്ങനെ അങ്ങോട്ട് പോകാം. കൂട്ടുമുഖം, ചമ്പന്തൊട്ടി, ചമ്പേരി എല്ലാം പോകാം. നമ്മൾ വലത്തോട്ട് കഴിഞ്ഞു കേട്ടോ. സിഗ്നലിൽ നിന്ന് നേരെ നമ്മൾ കൂട്ടുമുഖം റോഡ് പിടിച്ചു. കൂട്ടുമുഖം റോഡ് നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ ഒരു ജംഗ്ഷൻ കിട്ടും പാലത്തിൻ്റെ. അപ്പോൾ ആ പാലത്തിൻ്റെ അടുക്കുന്നത് വലത്തോട്ട് പോയാലും നമ്മൾ നേരെ പയ്യാവൂർ, അടുത്തോട്ട് പോയാൽ ചമ്പന്തൊട്ടി, നെടിയേങ്ങ, നടുവിലൊക്കെ പോകാം കേട്ടോ. ആലക്കോടെല്ലാം പോകാം, ചെമ്പേരി പോകാം. ഈ കാണുന്നത് പുതിയ റോഡിൻ്റെ പണിക്ക് എടുക്കുന്ന മിക്സ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് സംവിധാനം കേട്ടോ. സിമെൻറ്റെല്ലാം മിക്സ് ചെയ്യുന്നത്. നമ്മൾ ആ കയറ്റം കയറി ഇറങ്ങുമ്പോൾ തന്നെ ഒരു കപ്പേള കാണാം കേട്ടോ. ഒരു പള്ളിയുടെ കപ്പേളയെന്നും. കപ്പേളേൻ്റെ അടുത്ത് നമ്മൾ നേരെ പോയാൽ ചെമ്പേരി പോവും, ഇടത്തോട്ട് പോയാൽ നെടിയേങ്ങ, നടുവിൽ ചമ്പന്തൊട്ടി, അങ്ങനെ അങ്ങ് പോകാട്ടോ. ഇവിടുന്ന് നമ്മൾ ഇടത്തോട്ടേക്കാണ് പോകാം. നമുക്ക് പോകേണ്ടത് കരുവഞ്ചാൽ ആലക്കോട് റോഡിലാണ്. അങ്ങോട്ടാണ് നമ്മുടെ പരിപാടി. അങ്ങനെ നമ്മൾ നെടിയേങ്ങ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കപ്പേള കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വലത്തുഭാഗത്തുണ്ട് നല്ലൊരു മുസ്ലിം പള്ളി. നല്ല അതിമനോഹരമായ നല്ല അടിപൊളി പള്ളി. നല്ല മിന്നാരെല്ലാം കാണാൻ നല്ല രസമില്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ആ കയറ്റം ഇങ്ങനെ കയറി മുകളിലെത്തുമ്പോൾ നെടിയേങ്ങ എത്തും കേട്ടോ. നെടിയേങ്ങ ടൗൺ ഇവിടുന്ന് അങ്ങനെ അങ്ങ് തുടങ്ങും. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഒരു സ്വാമിമഠ റോഡ് കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് ഹൈസ്കൂളിൻ്റെ റോഡ് കിട്ടും. ആ റോഡ് നമുക്ക് നേരെ ചുഴലിക്കേക്ക് പോകാം. അത് കഴിഞ്ഞ് നമുക്കൊരു ടി ജംഗ്ഷൻ കിട്ടും. വലത്തോട്ട് പോയാൽ ചെമ്പേരി, ഇടത്തോട്ട് പോയാൽ ചെമ്പന്തൊട്ടി. ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുക. കുറച്ചുകൂടി മുമ്പോട്ട് പോകണം. അങ്ങനെ നല്ല രസത്തിൽ റോഡെല്ലാം അടിപൊളിയാക്കി ഇവിടുന്ന് വലത്തോട്ട് പോയാൽ ചെമ്പേരി, ഇടത്തോട്ട് പോയാൽ ചെമ്പന്തൊട്ടി, നടുവിൽ കരുവഞ്ചാലി കേട്ടോ. നമ്മളടുത്തോട്ടേക്കാണ് പോവാ. നമ്മൾ നെടിയങ്ങട്ട അവിടെ നിന്ന് നമ്മൾ ചെമ്പന്തൊട്ടി ലക്ഷ്യമായിട്ട് ഇങ്ങനെ പോവാണ്. ചെമ്പന്തൊട്ടി റോഡെല്ലാം നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട്. കാണാനും അതിമനോഹരമാണ്. 2-3 മഴയൊക്കെ പെയ്തൊക്കെപ്പോൾ നല്ല പച്ചപ്പുണ്ട് ഇങ്ങോട്ട് കേട്ടോ. പക്ഷെ നല്ല വളവും തിരിവുള്ള റോഡുകളാണ്. എന്നാലും റോഡ് നല്ല അടിപൊളി റോഡാക്കി പണിതിന് കേട്ടോ. എന്താ രസം. കവുങ്ങ്, തെങ്ങ്, റബ്ബർ, വാഴയൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ രസം കാണാൻ. അങ്ങനെ നമ്മൾ ഇറങ്ങി നമ്മൾ കരുവഞ്ചാൽ ടൗണിലെത്തി കേട്ടോ. ഇത് കരുവഞ്ചാൽ ടൗണാണോ ചെമ്പന്തൊട്ടി ടൗണാണോ? ചെമ്പന്തൊട്ടി ടൗണെന്ന് തോന്നുന്നു കേട്ടോ. ചെമ്പന്തൊട്ടി പള്ളിയായത്. ചെമ്പന്തൊട്ടി ടൗണാണ് ഇത്. ഈ അടുത്തോത്താണെന്നാൽ ചെമ്പന്തൊട്ടി പള്ളി. ചെമ്പന്തൊട്ടി ടൗണിൽ നിന്നും പിന്നെ നമ്മൾ നേരെ അങ്ങ് പോകും. കയറ്റം കയറി കേട്ടോ. കയറ്റം കയറി അങ്ങനെ അങ്ങ് പോകുമ്പം നടുവിൽ കവല എത്തും. നടുവിൽ കവലയിൽ നിന്ന് നമ്മൾ ചെറുങ്ങനെ റൈറ്റ് തിരിഞ്ഞ് അങ്ങനെ അങ്ങ് പോകും. റോഡൊക്കെ നല്ല അടിപൊളി റോഡല്ലേ. നടുവിൽ റോഡായി നല്ല രസമില്ലേ കാണാൻ. ഞാൻ തന്നെ അതിശയപ്പെട്ടു. പൊട്ടിപ്പൊളിഞ്ഞ റോഡെല്ലാം മൊത്തം നല്ല അടിപൊളി മെക്കാടൻ റോഡ്, മലയോര ഹൈവേ ആണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പണിയാണ് ഇവിടെയൊക്കെ നടക്കുന്നത് കേട്ടോ. റബ്ബർ മരം കണ്ട ഞങ്ങൾ റോഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞിട്ട് നല്ല രസമില്ല. ഇവിടെ നല്ല തണുപ്പ് കേട്ടോ. ഇതൊരു ചെറിയൊരു കയറ്റമാണ്.
നടുവിൽ കഴിഞ്ഞിട്ടാകുമ്പോഴൊരു ചെറിയൊരു കയറ്റമാണ്. ഇവിടെയൊക്കെ പൈപ്പും എന്തൊക്കെയോ കൊണ്ട് ഇറക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ റോഡ് പണിയാൻ കാത്തിരിക്കുന്നതെന്ന് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് വലിയ പൈപ്പൊക്കെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് റോഡ് സൈഡിൽ. അപ്പോൾ ഈ റോഡ് നല്ല വൃത്തിയിൽ പണി കഴിയുമ്പോൾ ഇവർക്ക് ഇത് ആദ്യം കുത്തി പൊട്ടിച്ച് ആ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട്. അത് ഇവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ്. എന്താ കയറ്റം നോക്കിയട്ടെ. കയറ്റം കയറിപ്പോയി. കയറ്റത്തിൻ്റെ മുകളിൽ നിന്ന് നല്ലൊരു അതിമനോഹരമായ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. സൂപ്പർ വീഡിയോ. ഇത് വലിയ മലയാട്ടോ, ചുറ്റോട് ചുറ്റും പമ്പൻ മല. അരീക്കാമലയും പൈതൽ മലയും എല്ലാം ഇടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഈ മലയിൽ നിന്ന് പാലക്കയം തട്ട് കാണാം. ഈ മലയോര ഗ്രാമങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് പച്ചപ്പാന്ന് നോക്കിയാട്ടെ. വലിയ ഒരു ഏരിയ മുഴുവൻ ഈ കുന്നിൽ നിന്ന് മുകളിൽ നിന്ന് കാണാം, നടുവിൽ കുന്നിൻ്റെ മുകളിൽ നിന്ന് കേട്ടോ. ഉണ്ടോ, ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. ഈ കുന്നിറങ്ങിക്കഴിയുമ്പം കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെ പൈപ്പ് കൊണ്ട് അട്ടിയിട്ടിട്ട് റോഡ് സൈഡിൽ. ഇതെപ്പോഴാ ഇതാവുക എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുക പൈപ്പും കമ്പനി. ഇനി പൈപ്പിട്ട് കുത്തിപ്പൊട്ടിച്ച് പൈപ്പിടാൻ തുടങ്ങും ഇപ്പം കുറേ കഴിയുമ്പോൾ. അങ്ങനെ കയറ്റം കയറി നമ്മളിനി നടുവിൽ ടൗണിലേക്ക് ഇറങ്ങാൻ പോകും കേട്ടോ. എന്താ രസം നോക്കിയാട്ടെ. സൂപ്പർ റോഡ് പണിതിട്ടുണ്ട് ഇവിടെയൊക്കെ. പണ്ടത്തെ പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല റോഡാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനെല്ലാം തോന്നിയാൽ കമൻറ്റെല്ലാം അടിക്കണം കേട്ടോ. ഇവിടെയും ഉണ്ട് കേട്ടോ ഒരു പള്ളിയുടെ കപ്പേളയൊക്കെ കാണുന്നു. അങ്ങനെ നമ്മൾ നടുവിൽ എത്താറായി. നടുവിൽ എത്താറായിക്കൊണ്ടിരിക്കുന്നു. നടുവിൽ ടൗൺ ഇതിൻ്റെ അകത്തുണ്ടോ എന്നൊരു സംശയമാണ്. ഇതല്ലേ നടുവിൽ ടൗൺ ഇവിടെ ഉണ്ട് കേട്ടോ. നടുവിൽ ടൗണിൽ നിന്ന് നമ്മളിങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ കരുവഞ്ചാൽ ടൗണിലെത്തും. ഇങ്ങനെ നേരെ കരുവഞ്ചാൽ ടൗണിലെത്തുമ്പം നമ്മൾ അവിടെ നിന്ന് ആദ്യം നമ്മൾ വലത്തോട്ടേക്ക് പോകണം. ആശാങ്കവല റോട്ടിലേക്ക് കരുവഞ്ചാൽ ടൗണിൽ നിന്ന്. നമ്മളങ്ങനെ കരുവഞ്ചാൽ ടൗണിലെത്തി കേട്ടോ. ഈ കാണുന്നതാണ് കരുവഞ്ചാൽ ടൗൺ. കരുവഞ്ചാൽ ടൗണിലെത്തുമ്പോൾ തന്നെ അവിടെ ഒരു ഓട്ടോ ടാക്സിയുടെ സ്റ്റാൻഡുണ്ട്. ഇടത്തോട്ട് പോയ ആലക്കോടും വലത്തോട്ട് പോയ ആശാങ്കവല പാലക്കയം തട്ടൊക്കെ പോകുന്ന റോഡാണ്. നമുക്ക് പാലക്കയം തട്ട് ആശാങ്കവല പോകുന്ന റോഡിലാണ് നമ്മുടെ പരിപാടി. അങ്ങോട്ടേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നില്ല നമ്മളോട്. അപ്പോൾ ലൈക്ക് കമൻ്റ് ഒന്നും അടിക്കണ്ട. ആ പൈപ്പ് കണ്ടെങ്കിൽ ഈ പൈപ്പൊക്കെ ഈ റോഡ് പണിയാൻ വേണ്ടി കാത്തിരുന്നതാണ്. ഇനിയിപ്പോൾ ഈ റോഡിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് കുത്തിപ്പൊളിക്കും, എന്നിട്ട് വലിയ ഗർത്തം ഉണ്ടാക്കും. എന്തോരം പൈപ്പാണ് കൊണ്ടിട്ടേ നോക്കുന്നത്. ഇത്രയും നല്ല റോഡാണ് തരിക ഇവർ കുത്തിപ്പൊളിച്ച് ആ പൈപ്പ് ഇടുക. എന്ത് ചെയ്യാനാ, ഇതൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് കൊണ്ടിട്ടേക്കുന്നത്. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണ്. അപ്പോൾ ഈ റോഡ് പണിയുന്നതിന് മുമ്പേ ഇവർക്ക് ഈ പൈപ്പ് ഇട്ടൂടെ. എന്നാൽ പിന്നെ ഈ പൈപ്പ് മണ്ണിൻ്റെ അടിയിലും ആ റോഡും കുത്തിപ്പൊളിക്കേണ്ട. അടിപൊളി റോഡ് അതേപോലെ കിടക്കും. എന്താ ചെയ്യുക. അങ്ങനെ നമ്മൾ ആകെയ കരുവഞ്ചാൽ ടൗൺ. കരുവഞ്ചാൽ ടൗണിലെത്തിണ്ട്. അവിടെ നമ്മൾ വലത്തോട്ടേക്കും. ഇതാണ് കരുവഞ്ചാൽ ടൗൺ. അങ്ങനെ നമ്മൾ കരുവഞ്ചാൽ ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. കരുവഞ്ചാൽ ടൗൺ എൻട്രൻസ്. ഇടത്തോട്ട് പോയാൽ നമ്മൾ നേരെ പയ്യന്നൂരേക്ക് പോവും. വലത്തോട്ട് പോയാൽ ആലക്കോട്. കരുവഞ്ചാൽ ടൗൺ. ഇതാണ് കരുവഞ്ചാൽ ടൗൺ കേട്ടോ. ഈ ടൗണിൽ നിന്ന് നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്ന കവലയിൽ നിന്ന് നമ്മൾ വലത്തോട്ട് പോകും. ഇതാണ് കരുവഞ്ചാൽ ടൗൺ. നമ്മളിങ്ങനെ വലത്തോട്ടേക്ക് പോകും കേട്ടോ. ആ മൂലക്ക് ട്രാൻസ്ഫോമർ എന്താ അത്, അവിടെ ഓട്ടോറിക്ഷയെല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലം. അടുത്തോട്ട് പോയ ആലക്കോടാണ് കേട്ടോ. അപ്പോൾ കരുവഞ്ചാൽ ടൗണെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നൊരിതാണ്. ഇതാണ് കരുവഞ്ചാൽ ടൗൺ. അപ്പോൾ വീഡിയോ ഒക്കെ ലൈക്ക് കമൻ്റ് ഒന്നും അടിക്കാൻ ആരും മറക്കണ്ട ഇഷ്ടമായാൽ. ഇനിയും ഇങ്ങനെയുള്ള കവലകളുടെയും റോഡുകളുടെയൊക്കെ വീഡിയോ നമ്മളിങ്ങനെ ഇടും. നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, KL59 ലുട്ടാപ്പി ബ്ലോഗ്സ്. അപ്പോൾ
അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതിനകത്ത് ചേർക്കും. നിങ്ങൾ അതെല്ലാം പോയി സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ എന്നിട്ട് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലോഗ്സിൻ്റെ പേരെല്ലാം നമ്മൾ ഫേസ്ബുക്കിലെല്ലാം ഇടും ലിങ്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും കയറി കണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ, മറക്കരുതേ. നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടാ. ഇത് ആശാൻകവല കരുവഞ്ചാൽ ആശാൻകവല റോഡിലുള്ള വെള്ളാട് അങ്ങോട്ട് പോകുന്ന റോഡിലുള്ള ഒരു സ്കൂളങ്ങാറ്റാട്ടോ. പള്ളിയാണ് പള്ളി. സ്കൂളും പള്ളിയെല്ലാം ഒരുമിച്ചാന്ന് തോന്നുന്നു. കാണാൻ നല്ല രസമില്ലേ? നമ്മളിങ്ങനെ പോവുകയാണ് ആശാൻകവല റോഡിലേക്ക്. നല്ല രസമില്ലേ കാണാൻ? എന്താ രസം കാണാൻ. അപ്പോൾ ഓക്കെ, ബൈ.